അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദു. അയ്യുഹന്നാസ് തഖുല്ലാഹ്. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. വിശുദ്ധ റമദാൻ അതിൻ്റെ പാതി പിന്നിടുകയാണ്. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ എല്ലാ കർമ്മങ്ങളും പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ. എല്ലാ തെറ്റുകുറ്റങ്ങളും അർഹമുർ റഹീമായ റബ്ബ് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്ന വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു പ്രവാചക വചനമാണ് ഇന്ന് ഈ പ്രഭാതത്തിൽ നിങ്ങളെ കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു തആല മഹാനായ പ്രവാചകനെ പിൻപറ്റി ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖികളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തലാസു ദഅവാത്തിൻ മുസ്തജാബാത്തുൻ, 3 പ്രാർത്ഥനകൾ തീർച്ചയായും ഉത്തരം നൽകപ്പെടുന്ന പ്രാർത്ഥനകളാണ്. ദഅവത്തുൽ മദ്ലൂം, ആക്രമിക്കപ്പെട്ടവൻ്റെ പ്രാർത്ഥന. വ ദഅവത്തുൽ മുസാഫിർ, യാത്രക്കാരൻ്റെ പ്രാർത്ഥന. വ ദഅവത്തുൽ വാലിദി അലാ വലദി, മാതാപിതാക്കൾ മക്കൾക്കെതിരെ നടത്തുന്ന പ്രാർത്ഥന. വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ്. ഒന്നാമത്തേത് മർദ്ദിതൻ്റെ പ്രാർത്ഥന. അത് സാമ്പത്തിക രംഗത്താവാം, ശാരീരികമായിട്ടാവാം, മാനസികമായിട്ടാവാം. ഒരാളെ ഏതെങ്കിലും തരത്തിൽ മറ്റൊരാൾ ആക്രമിച്ചാൽ തിരിച്ചാക്രമിക്കാനോ പ്രതികാരം ചെയ്യാനോ അശക്തനായ ആ വ്യക്തി അള്ളാഹുവിനോട് തന്നെ മർദ്ദിച്ച ആൾക്കെതിരെ, തന്നെ ഉപദ്രവിച്ച ആൾക്കെതിരെ, തന്നെ പ്രയാസപ്പെടുത്തിയ ആൾക്കെതിരെ അള്ളാഹുവിനോട് കൈനീട്ടി പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് തീർച്ചയായും ഉത്തരമുണ്ട്. അക്രമി അതിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വരും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. നോക്കൂ, പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, ഇത്തഖി ദഅവത്തൽ മദ്ലൂം, മർദ്ദിതൻ്റെ പ്രാർത്ഥനയെ നീ സൂക്ഷിക്കേണ്ടതുണ്ട്. ഫഇന്നഹ ലൈസ ബൈനഹ വബൈനല്ലാഹി ഹിജാബൻ, കാരണം അവൻ്റെ പ്രാർത്ഥനയുടെയും അള്ളാഹുവിൻ്റെയും ഇടയിൽ യാതൊരു മറയുമില്ല. അപ്പോൾ വീട്ടിലാവാം, കുടുംബത്തിലാവാം, സമൂഹത്തിലാവാം, എവിടെയാവാം, നമ്മളെക്കാൾ അശക്തനായ ഒരാളെ ഏതെങ്കിലും തരത്തിൽ, അത് ഭാര്യ ഭർത്താക്കന്മാരാവാം, മാതാപിതാക്കളും മക്കളുമാവാം, അയൽവാസികളാവാം, എങ്ങനെയാവാം, നമ്മളെക്കാൾ അശക്തനായ ഒരാളെ നമ്മൾ മർദ്ദിക്കുമ്പോൾ അവൻ നമ്മളെ തിരിച്ചൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് നമ്മൾ വൃഥാ വിചാരിക്കുകയാണ്. കാരണം അവൻ കൈനീട്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ, അത് മുസ്ലിമായിക്കൊള്ളണമെന്നില്ല, മർദ്ദിതൻ ആരാവട്ടെ, ഒരു മനുഷ്യനായാൽ ആ മനുഷ്യൻ അള്ളാഹുവിനോട് കൈനീട്ടി പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന അള്ളാഹു തീർച്ചയായും സ്വീകരിക്കും. മർദ്ദിതന്, അക്രമിക്ക് അതിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വരും എന്നാണ് ഈ ഹദീസ് പഠിപ്പിക്കുന്നത്. രണ്ടാമത്തേത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് യാത്രക്കാരൻ്റെ പ്രാർത്ഥനയാണ്. യാത്രക്കാരൻ തൻ്റെ നാടുവിട്ട് ഒരു പ്രത്യേക ലക്ഷ്യത്തിലേക്ക്, ഹറാമല്ലാത്ത അനുവദനീയമായ ഒരു ലക്ഷ്യത്തിലേക്ക് അയാൾ യാത്ര ചെയ്യുമ്പോൾ, ഒരു യാത്രാവേളയിൽ അയാൾ അനുഭവിക്കേണ്ട ഒട്ടനവധി പ്രയാസങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ആ പ്രയാസങ്ങളുടെ സമയത്ത് ഒരു യാത്രക്കാരൻ നടത്തുന്ന പ്രാർത്ഥന അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന പ്രാർത്ഥനയാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അന്നഹു ഇസ്തഅ്ദനഹു ഫിൽ ഉംറതി, അദ്ദേഹം ഒരു പ്രവാചകൻ്റെ അടുക്കൽ ചെന്നിട്ട് ഉംറക്ക് പോകാൻ അനുമതി ചോദിക്കുന്നുണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന് അനുവാദം കൊടുത്തുകൊണ്ട് പറഞ്ഞത്, യാ അഖി ലാ തൻസാന മിൻ ദുആഇക, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ തോളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞത്, പ്രിയപ്പെട്ട സഹോദര, നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെ മറക്കരുത് എന്നാണ്. യാ അഖി എന്ന പ്രവാചകൻ്റെ ആ വിളി തൻ്റെ ജീവിതത്തിലെ വല്ലാത്തൊരനുഭവമാണെന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പിന്നീട് പറയുന്നുണ്ട്. മാത്രമല്ല സ്വഹാബാക്കളൊക്കെയും യാ അഖി അശ്രിഖ്നാ ഫി ദുആഇക്, നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെയും പങ്കുചേർക്കണമെന്ന് ഇത്തരം യാത്രാവേളകളിൽ അവർ പറയാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ യാത്ര പോകുന്ന ആളോട്, നമ്മളോട് യാത്ര ചോദിക്കാൻ വരുന്ന ആളോട്, ഒരാൾ ദീർഘമായ യാത്രക്ക് പോകുന്നുണ്ട് എന്നറിഞ്ഞാൽ അയാളോട് പറയുന്നത് നല്ലതാണ്, താങ്കളുടെ യാത്രാവേളയിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഇന്ന ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം യാത്രക്കാരൻ്റെ പ്രാർത്ഥന അത് ഹജ്ജ്, ഉംറ തുടങ്ങിയ അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ഇബാദത്തുകൾക്കുള്ള യാത്രയാണെങ്കിൽ അത് പ്രത്യേകം പുണ്യകരമാണ് എന്നുകൂടി ഓർമ്മിക്കണം. ഹറാമല്ലാത്ത ഏതൊരു യാത്രയും അനുവദനീയമായ യാത്രയാണ്. ആ യാത്ര ഈ പറയപ്പെട്ട പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന അവസരമാണ് എന്നത് മറക്കാതിരിക്കണം. യാത്ര പോകുന്നവന് പ്രാർത്ഥിക്കാനും
യാത്ര അയക്കുന്നവർ അദ്ദേഹത്തോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടാനും മറക്കരുത്. മൂന്നാമത്തേത് മാതാപിതാക്കൾ മക്കൾക്കെതിരെ നടത്തുന്ന പ്രാർത്ഥനയാണ്. മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി നടത്തുന്ന പ്രാർത്ഥന തന്നെ സ്വീകരിക്കപ്പെടുന്ന പ്രാർത്ഥനയാണ് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു വാപ്പയോ ഉമ്മയോ അവരുടെ മക്കൾക്കെതിരെ പ്രാർത്ഥിക്കണമെങ്കിൽ അത്രയും തീവ്രമായ അനുഭവങ്ങൾ അവർക്കുണ്ടാവണം. തീർച്ചയായും അത്തരം അനുഭവമുള്ള ഒരാളെ ഒരിക്കലും അള്ളാഹു കൈവിടുകയില്ല. അള്ളാഹുവിൻ്റെ പ്രവാചകൻ പ്രത്യേകമായിട്ട് മാതാപിതാക്കളോട് പറയുന്നുണ്ട്, നിങ്ങൾ ഒരിക്കലും മക്കൾക്കെതിരെ പ്രാർത്ഥിക്കരുത്. കാരണം മാതാപിതാക്കളുടെ മക്കൾക്കെതിരെയുള്ള പ്രാർത്ഥന അള്ളാഹുവിൻ്റെ അടുക്കൽ വല്ലാതെ ഉത്തരം ലഭിക്കപ്പെടുന്ന പ്രാർത്ഥനയാണ്. മക്കളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. തങ്ങൾക്കെതിരെ പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥ ഒരു നിസ്സഹായായ ഒരു ഉമ്മയുടെയോ ബാപ്പയുടെയോ ജീവിതത്തിൽ ഉണ്ടാവാതിരിക്കാൻ മക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പലപ്പോഴും മക്കൾക്ക് തോന്നാം അവർ ശക്തരാണ്, അവർ കഴിവുള്ളവരാണ്, മാതാപിതാക്കൾ അവർ ഏറെ പ്രായം ചെന്നവരാണ്, വൃദ്ധന്മാരാണ്, അവർക്ക് നമ്മെ ഒന്നും ചെയ്യാനാവുകയില്ല. പക്ഷേ അവരെങ്ങാനും കണ്ണ് നനഞ്ഞ് പടച്ച റബ്ബിനോട് ആ മക്കൾക്കെതിരെ എന്തെങ്കിലും ചോദിച്ചാൽ സംശയിക്കേണ്ടതില്ല, അത് നടന്നിരിക്കുമെന്നാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. ജീവിതത്തിൽ ഈ കാര്യങ്ങൾ ശ്രദ്ധയിലുണ്ടാവട്ടെ. അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.